നാം ദൈവത്തോട് കൃപയ്ക്കായി അപേക്ഷിക്കുമ്പോൾ ധാരാളമായ കൃപ നമ്മുടെ മേൽ പകരുവാനായിട്ട് ദൈവത്തിന് മനസ്സുണ്ട്. നാം എത്രത്തോളം ചോദിക്കുന്നുവോ അത്രത്തോളം തരുവാൻ മനസ്സുള്ള ഒരു നല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ആ ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. തുടർന്നുള്ള ബൈബിൾ ക്ലാസ് അനുഗ്രഹകരമായി തീരേണ്ടതിന് പ്രിയ രാജുബ്രദർ കുടുംബമായി ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിനായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരുമിച്ച് കൂടുവാൻ വരുവിനായ ദൈവം ഒരുക്കിയ നല്ല
അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. കടന്നു വന്ന ഭൂമിയിലായിരിക്കുന്ന ആരെങ്കിലും ഭാരതത്തിൽ പ്രയാസത്തോടായിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവരോട് ഇടപെടുമാറാകണമേ. ഭാരങ്ങൾ മാറുവാൻ, പ്രയാസങ്ങൾ മാറുവാൻ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സഭയെ മുഖ്യമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് സഭയെ കർത്താവ് അനുഗ്രഹിക്കണമെത്രത്തോളം നിലനിർത്തി ദൈവസഭയെ പരിപാലിച്ചു തോർന്നു നന്ദിയോടെ സ്തോത്രം. ആവശ്യങ്ങൾ നമുക്ക് കർത്താവിന്റെ കരം കൂടെ ഇരിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സഭയിൽ നടക്കേണ്ട കർത്താവെ എല്ലാവരും അതാത് സമയങ്ങളിൽ നടത്തുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പുതിയ സ്നാനങ്ങൾ നടത്തുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ. പുതിയ ആത്മാക്കളെ ദൈവം സഭയിലേക്ക് കൂട്ടിവരെത്തുമാറാകണമേ. കടന്നു വന്ന എല്ലാവരും ദൈവം കർത്താവ് അനുഗ്രഹം പ്രാപിച്ചവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അഭിഷേകങ്ങൾ നിറയപ്പെട്ട ദൈവസഭയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കൃപാവരങ്ങൾ നിറയപ്പെട്ട സഭയായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ. സഭയോടുള്ള വാഗ്ദത്തങ്ങൾ ദിവസങ്ങൾ നിറവേറപ്പെടുവാൻ ദൈവമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം അതിന്റെ മേൽ വെളിപ്പെടണമേ. ആരാധന വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കർത്താവെ ദൈവജനം മുന്നേറുവാൻ കർത്താവെ സഹായിക്കണമേ. ശക്തിയും കൃപയും അവരെ മേൽ നിറയ്ക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന വിവാഹപ്രായമായി നിൽക്കുന്ന ഞങ്ങളുടെ പേരിലെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതായത് സമയങ്ങളിൽ തക്ക തുണകളെ കൊടുത്ത് ദൈവം അവരെയും മാനിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് വീണ്ടും ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം അവർക്ക് വേണ്ടി വെളിപ്പെടണമേ. പുതിയ വഴികളും ബാധ്യതകളും സ്വർഗത്തിലെ ദൈവം അതാത് സമയങ്ങളിൽ തുറന്നു കൊടുത്ത് കർത്താവെ സഹായിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിലായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കുഞ്ഞുങ്ങളുടെ മേലും പകരുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. അധ്യാപകർക്ക് സ്കൂൾ ഫീസിന് ആവശ്യമായ സാമ്പത്തിക നന്മകളുടെ വഴികളെല്ലാം തക്ക സമയത്ത് തുറന്നു കൊടുത്ത് ദൈവം മാനിക്കുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും കുട്ടികളായി പാരപ്പെടുവണ്ണ യേശു ക്രിസ്തുവിന്റെ രക്തക്കോട്ടയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറയ്ക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവം അവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വീഴാതെ വണ്ണം മാതാപിതാക്കളെ സൂക്ഷിക്കുമാറാകണമേ. ഞങ്ങളുടെ സഹോദരന്മാരെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവസഭകളെ ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവം അവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ദൈവം നിലനിർത്തി പരിപാലിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് അവകാശമായി എത്തുന്ന കർത്താവിന്റെ ദാസനാൻ കുടുംബത്തിനുമായി സ്തോത്രം. നീയോളം പട്ടണത്തിൽ നിലനിർത്തി ഇതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ആവശ്യങ്ങളുടെ മുഖത്ത് കർത്താവിന്റെ കരം കൂടെ ഇരിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന ദാനമായി 22 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരുമക്കളെ കൊച്ചുമക്കളെ എല്ലാവരെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ആയിരിക്കുന്ന രാജ്യങ്ങളിൽ ദൈവം അവരെയും പരിപാലിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന ബെനിച്ചായി കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണമേ. നിലനിർത്തണമേ. വൈകിയ വേളയിൽ ഡ്യൂട്ടിക്ക് കടന്നു പോകുമ്പോൾ കർത്താവിന് വലിയ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ കയറുവാൻ ഭൂമിയിലൂടെ കയറുവാൻ അറിയാതെ കർത്താവായിരിക്കുന്ന സഭാവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാവരെയും പോഷിപ്പിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. വചനവുമായി നിൽക്കുന്ന കർത്താവിന്റെ ദാസനൊരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ആത്മാവിന്റെ ശക്തിയോട് ദൈവവചനം പഠിപ്പിക്കുവാൻ ആവശ്യമായ ഉയരത്തിലെ ശക്തിയും കൃപയും ദാസന്റെ മേല് ദൈവം അവിടുന്ന് പകരുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളങ്ങൾ അറിഞ്ഞ് കർത്താവെ വചനം ഇടപെടുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന ആദിപൂർവ്വ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലതും ഭരിച്ച് നടത്തണമേ. പ്രാർത്ഥന സ്വർഗം കേട്ട് പ്രവർത്തിക്കാൻ സ്തോത്രം. സകലമാനവും അവർക്കും ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാത്രി വേളയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായ വചനം കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി
തിരുവചനത്തിന്റെ താളുകൾ കൂടെ നാം മനസ്സിലാക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്നതായ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയുടെ പ്രോഗ്രഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ദൈവം തന്റെ പദ്ധതി ആദ്യമേ തന്നെ റിവീൽ ചെയ്തിട്ടില്ല. സമയാസമയങ്ങളിൽ വ്യക്തികളെയും കുടുംബങ്ങളെയും രാജ്യങ്ങളെയും അതിൽ ഉൾപ്പെടുത്തുന്ന ദൈവത്തിന്റെ പദ്ധതി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ പദ്ധതി നടപ്പാക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ്. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അബ്രഹാമിനെ ദൈവത്തിന്റെ പദ്ധതികളിൽ കൂടെ ഇങ്ങനെ നടത്തി അബ്രഹാം അതിന് യോഗ്യനാണ് എന്ന് അബ്രഹാമിനെയും അബ്രഹാമിന്റെ കുടുംബത്തെയും ബേസ് ചെയ്ത് കർത്താവ് അത് മനസ്സിലാക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അത് നമ്മൾ കണ്ടതാണ്. മോറിയ മലയിൽ വെച്ച് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്നവനാണ് അബ്രഹാം എന്ന് അബ്രഹാമിന്റെ ജീവിതത്തിൽ കൂടി തെളിയിച്ചുകൊണ്ട് അബ്രഹാമിനോട് തന്നെ ദൈവം സാക്ഷ്യം പറയുകയാണ്. അങ്ങനെ അബ്രഹാമിൽ നിന്നാണ് ആരംഭിച്ചതായ പദ്ധതി അബ്രഹാമിന്റെ അടുത്ത തലമുറയായ ഇസഹാക്കിലേക്ക് അത് പ്രോഗ്രസീവ് ചെയ്യപ്പെടുകയാണ്. ഇസഹാക്കിനെയും ഇസഹാക്കിന്റെ കുടുംബത്തെയും അതിനുവേണ്ടി ഒരുക്കി രണ്ടുപേരും വിശ്വാസത്തിൽ ബലമുള്ളവരാണെന്ന് തെളിയിച്ച് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം അവരെ ഒരുക്കി. അടുത്തത് ദൈവം തന്റെ പദ്ധതി താൻ മുൻ നിർണയിച്ചതുപോലെ മൂന്നാമത്തെ തലമുറയിലേക്ക് വരികയാണ്. ഇസഹാക്കിനുണ്ടായ രണ്ടു സന്തതികളിൽ യേശാവിനെ മാറ്റി നിർത്തി ഇളയ മകനായ യാക്കോബിലേക്ക് ദൈവത്തിന്റെ പദ്ധതിയുടെ ആ ഇനിഷ്യൽ സ്റ്റേജാണ് നമ്മൾ കണ്ടത്. എന്തായിരുന്നു ഇനിഷ്യൽ സ്റ്റേജ്? തന്റെ കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടതായ ജ്യേഷ്ഠാവകാശം യാക്കോബിന് നൽകിക്കൊണ്ട് അതിനുശേഷം പിതാവായ ഇസഹാക്കിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹം യാക്കോബിന്റെ മേൽ കൊടുത്തുകൊണ്ട് യഹോവയായ ദൈവം യാക്കോബിൽ തന്റെ പദ്ധതിയുടെ ആരംഭം കുറിക്കുവാനായിട്ടിടയാകുകയാണ്. ഇനി അടുത്ത് നമുക്ക് ചിന്തിക്കുവാനുള്ളത് യാക്കോബിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതി പുരോഗമിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. യാക്കോബിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം. യേശാവിനെ ഭയന്ന് പിതാവിന്റെ അനുഗ്രഹവും വാങ്ങി യാക്കോബ് ഓടിപ്പോകുകയാണ്. എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. താൻ പാർക്കുന്നതായ ആ കനാനിൽ നിന്ന് 400 മൈൽ അകലെയുള്ളതായ റിബേക്കയുടെ സഹോദര ഭവനത്തിലേക്ക് ഓടുകയാണ്, പദ്ദൻഅരാമിലേക്ക് ഓടുകയാണ്. അപ്പോ തന്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ പദ്ദൻഅരാമിൽ താമസിക്കുന്നത് കൊണ്ട് പദ്ദൻഅരാമിലേക്ക് യാക്കോബ് ഏകനായി പ്രയാണം ചെയ്യുന്നതായ ഭാഗമാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൽ വായിപ്പാനായിട്ട് കഴിയുന്നു. 28-ാം അധ്യായം നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അവന് ഓടിപ്പോകുമ്പോ തന്റെ ഭവനത്തിൽ നിന്ന് പിതാവിനെ വിട്ട് ഓടിപ്പോകുന്നതായ വഴിയിൽ സൂര്യൻ അസ്തമിച്ചു. ലൂസ് എന്ന പട്ടണത്തിൽ അവൻ ചെന്നു. അവിടെ വെച്ച് സൂര്യൻ അസ്തമിച്ചു. രാത്രി കിടക്കുവാനായി കല്ല് തലയിണയായി എടുത്തു വെച്ച് അവൻ കിടന്നു. ഉറങ്ങിയപ്പോൾ യഹോവയായ ദൈവത്തിന്റെ അപ്പിയറൻസ് അവനുണ്ടാകുകയാണ്. The presence of God he experienced. എന്നിട്ട് അവൻ എന്താ കണ്ടത് നമുക്കറിയാം. ഭൂമിയിൽ നിന്ന് ആകാശത്തോളം എത്തുന്ന ഒരു ഗോവണി. ആ ഗോവണിയിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവൻ ദർശിച്ചു. അപ്പോ ഭൂമിയെയും ആകാശത്തെയും തമ്മിൽ ബന്ധിക്കുന്നതായ ഒരു കണക്ഷൻ യാക്കോബിന് മനസ്സിലാകുകയാണ്. ഇന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യമാണ്, നാം ആയിരിക്കുന്നതായ ഈ അധോമണ്ഡലം അല്ലെങ്കിൽ ഭൗതിക മണ്ഡലത്തിൽ നിന്ന് സ്വർഗീയ മണ്ഡലവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുവാനുള്ളതായ
ഒരു കണക്ഷൻ ഉണ്ട്. എന്താണ് ആ കണക്ഷൻ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവാണ് അതിന്റെ കണക്ഷൻ. ഭൂമിയുടെ ഏതറ്റത്തു നിന്ന് ആര് വിളിച്ചാലും എപ്പോ വിളിച്ചാലും കേൾക്കുവാൻ സന്നദ്ധനായി കരുണയോടെ നിൽക്കുന്ന, ദയയോടെ നിൽക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് ദർശിപ്പാൻ കഴിയും. അപ്പോ ആ ഗോവണിയുടെ സഹായത്തോടെ ദൈവിക പ്രസൻസ് മനസ്സിലാക്കിയതായ യാക്കോബ് മനസ്സിലാക്കി ദൈവത്തിന്റെ പ്രസൻസ് ആ സ്ഥലത്തുണ്ട് എന്നുള്ള കാര്യം അവൻ സാക്ഷ്യപ്പെടുത്തി. യഹോവയായ ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് യാത്രയാകുകയാണ്. തുടർന്നാണ് നമ്മൾ വായിക്കുന്നത്, യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ എത്തിച്ചേരുന്നതായ സംഭവം നമുക്ക് 29-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. ആ അധ്യായം മുഴുവനും ഒന്നും ഞാൻ വായിക്കുന്നില്ല. യാക്കോബിന്റെ ജീവിതത്തിലുള്ള ഉണ്ടായ വളരെ പ്രധാനപ്പെട്ടതായ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്ക് യാക്കോബ് എങ്ങനെ വഴിപ്പെട്ടു, അല്ലെങ്കിൽ യാക്കോബിനെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഞാൻ അവിടെ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നുള്ളൂ. അത് തന്നെ ഒരു വലിയ വിഷയമാണ്. അപ്പൊ 3-ാമത്തെ തലമുറയായ യാക്കോബാണ് നമ്മുടെ വിഷയം. യാക്കോബ് എന്ത് ചെയ്തു? ഓടി ചെന്നു. എവിടെത്തി? വായിക്കാൻ നമുക്ക് ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 29 വേഴ്സസ് 1. പിന്നെ യാക്കോബ് പ്രയാണം ചെയ്തു കിഴക്കരുടെ ദേശത്തെത്തി. അവൻ വെളിപ്രദേശത്ത് ഒരു കിണർ കണ്ടു. അതിനരികെ 3 ആട്ടിൻകൂട്ടൻ കിടക്കുന്നു. ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. എന്നാൽ കിണറ്റിന്റെ വായ്ക്കിലുള്ള കല്ല് വലുതായിരുന്നു. അപ്പോ ബാക്കിയുള്ള ഭാഗം നമുക്ക് അറിയാവുന്ന ഭാഗമായത് കൊണ്ട് ഞാനത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. യാക്കോബ് ഇത്രയും മൈല് യാത്ര ചെയ്ത്, എത്ര ദിവസം നമുക്കറിയില്ല, ഇത്രയും മൈല് 400 മൈല് യാത്ര ചെയ്ത് ആ കിഴക്കരുടെ ദേശത്ത്, അതായത് ലാബാന്റെ ഭവനത്തിൽ പദ്ദൻഅരാമിൽ അവൻ എത്തിച്ചേർന്നു. പദ്ദൻഅരാമിൽ വെച്ച് ലാബാന്റെ ഭവനത്തിൽ നിന്ന് വന്ന ലാബാന്റെ മകളായ റേച്ചലിനെ അല്ലെങ്കിൽ റാഹേലിനെ അവൻ കാണുവാനായിട്ടിടയായി. റാഹേലിനെ കണ്ട് യാക്കോബിന് അവളോട് ഇഷ്ടം തോന്നിയത് കൊണ്ട് അവളോടുകൂടെ എവിടെ ചെന്നു? ലാബാന്റെ ഭവനത്തിൽ ചെന്നു. ലാബാന്റെ ഭവനത്തിൽ ചെന്ന് അവർ തമ്മിലുള്ളതായ കോൺവെർസേഷനൊക്കെ നമുക്കറിയാം. ലാബാനും യാക്കോബും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ലാബാന്റെ ആടുകളെ മേയ്ക്കുവാനുള്ളതായ സന്നദ്ധത യാക്കോബ് പ്രകടിപ്പിച്ചു. അതിന് യാക്കോബിന് പ്രതിഫലം കൊടുക്കാമെന്ന് ലാബാൻ പറഞ്ഞു. ആ പ്രതിഫലം എന്ന് പറയുന്നത് 7 വർഷം തന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് തന്റെ ഭവനത്തിൽ തന്നെ ആടുകളുടെ ഇടയനായിട്ട് നിൽക്കണം. 7 വർഷത്തെ സർവീസ് കഴിയുമ്പോ നീ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ മകളായ റാഹേലിനെ നിനക്ക് ഭാര്യയായിട്ട് തരാം എന്നുള്ളതായ കണ്ടീഷനാണ് ലാബാൻ വെച്ചത്. അത് യാക്കോബിന് വളരെ സമ്മതമായിരുന്നു. നമ്മൾ വായിക്കുന്നത് റാഹേലിനോടുള്ളതായ ഇഷ്ടം അവൻ വളരെ കൂടുതലായതുകൊണ്ട് ആ 7 വർഷം എന്ന് പറയുന്നത് അതിന് അധിക കാലമായി എന്ന് ചിന്ത വന്നില്ല. ആ 7 വർഷം കഴിഞ്ഞപ്പോ നമുക്കറിയാം അവൻ ചതിക്കപ്പെടുവാനായിട്ടിടയായി. ചതിയാണ് എന്ന് മാനുഷിക നിലവാരത്തിൽ തോന്നുമെങ്കിലും ദൈവത്തിന്റെ വലിയ പദ്ധതി അതാണ് അവിടെ കാണുവാനായിട്ട് കഴിയും. കാരണം തുടർന്ന് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് യാക്കോബിനൊരു കുടുംബം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ കുടുംബം ഉണ്ടാക്കുമ്പോ ആ കുടുംബത്തിൽ നിന്ന് വേണം ഒരു രാഷ്ട്രം ഉരുത്തിരിയേണ്ടത്. ആ ദൈവത്തിന്റെ പദ്ധതിയിൽ മുന്നമേയുള്ളതായ ആ പദ്ധതി യാക്കോബിന് അറിയില്ല. പക്ഷേ യാക്കോബിൽ ദൈവം അത് നിവർത്തിക്കുവാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റാഹേലിന് പകരം ലേയയെ കൊടുക്കാനായിട്ട്, മൂത്ത മകളായ ലേയയെ കൊടുക്കുവാനായിട്ട് ലാബാൻ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോ ദൈവം അതിന് യാതൊരു കാരണവശാലും എതിർപ്പ് നിന്നില്ല. ദൈവം അത് അനുവദിക്കുവാനായിട്ടിടയായി. ലേ 7 ദിവസം പൂർത്തിയാകുന്നതായ ദിവസം റാഹേല്
യാക്കോബിന്റെ അടുത്തൽ ചെല്ലുന്നതിന് പകരമായി ലേയ ചെല്ലുന്നതായ കാര്യം നമുക്ക് തുടർന്നുള്ളതായ ഭാഗങ്ങളിൽ വായിപ്പാനായിട്ട് കഴിയും. അപ്പോ രാവിലെ എഴുന്നേറ്റ് യാക്കോബ് ലാബാനുമായിട്ട് അല്പം ഷണ്ടയിൽ ഏർപ്പെടുവാനായിട്ടിടയായി. അപ്പൊ ലാബാൻ എന്താ പറഞ്ഞത്? നാട്ടു നടപ്പനുസരിച്ച് ഉള്ള കാര്യമേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. മൂത്തവൾ നിൽക്കെ ഇളയവളെ കൊടുക്കുക എന്ന് പറയുന്നത് ഈ നാട്ടിൽ നടപ്പുള്ള കാര്യമല്ല. ഒരു കാര്യം ചെയ്, നീ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. 7 വർഷം നീ അധ്വാനിച്ചത് കൊണ്ട് ലേയെ കിട്ടി. ഇനി ഒരു 7 വർഷം കൂടെ അധ്വാനിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ആരെയും കൂടെ തരാം, റാഹേലിനെയും തരാന്ന് പറഞ്ഞ് യാക്കോബിനെ തന്റെ പരിധിക്കുള്ളിൽ ആക്കി തീർക്കുവാനായിട്ടിടയായി. യാക്കോബിന് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. യാക്കോബ് അതിന് സമ്മതിക്കുകയാണ്. ഒടുവിൽ യാക്കോബ് ആ 14 വർഷവും പൂർത്തീകരിപ്പാനായിട്ടിടയായിട്ട് തീർന്നു. തുടർന്നുള്ളതായ ഭാഗം വിശദീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിനകത്തേക്ക് ഞാൻ കടക്കുന്നുമില്ല. നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നതായ കാര്യം ഇത് മാത്രമാണ്. എങ്ങനെയാണ് യാക്കോബിന്റെ കുടുംബം വികസിക്കുന്നത്, അല്ലെങ്കിൽ യാക്കോബിന്റെ കുടുംബത്തിന് വരുന്നതായ പരിണാമം എന്ത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ദൈവത്തിന്റെ പദ്ധതിയുടെ ആ ഇനിഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിന്റെ ആദ്യ ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യാക്കോബ് ആ ലാബാന്റെ ഭവനത്തിൽ ആയിരുന്നപ്പോ തന്നിൽ കൂടെ ദൈവം നിവർത്തിച്ചതായ ആ കാര്യങ്ങളുടെ അല്ലെങ്കിൽ യാക്കോബിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതായ വിഷയത്തിൽ കൂടെ ഒരു രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ദൈവം തന്റെ സ്വന്തം ജനത്തിന് അടിസ്ഥാന രൂപം കൊടുക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഭാഗത്തിലേക്ക് മാത്രം ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ഇസ്രയേലിന്റെ ഉത്ഭവം 12 യാക്കോബിന്റെ 12 മക്കൾ 4 പേരിൽ നിന്ന് യാക്കോബിനുണ്ടാകുകയാണ്. അവിടെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ അനവധിയുണ്ട് എങ്കിലും ഞാൻ ആ ചോദ്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ ആ സംഭവങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയാണ്. യാക്കോബിന് 12 പുത്രന്മാര് ഉണ്ടാകുവാനായിട്ടിടയായി. തന്റെ ആദ്യ ഭാര്യ ലേയ യാക്കോബിന് അവിടെ ഇഷ്ടമല്ല. യാക്കോബിന് അവിടെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി ദൈവം മാറ്റിവെച്ചില്ല. മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ദൈവം തന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അവിടെ മനസ്സിലാക്കണം. യാക്കോബിൽ നിന്നാണ് ദൈവം തന്റെ പദ്ധതി ഇനിയും പ്രോഗ്രസ് ചെയ്യുവാൻ ഉദ്ദേശിച്ചതെങ്കിലും അവിടെ യാക്കോബിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കണം. യാക്കോബിന് ആരെ ഇഷ്ടമല്ല? ലേയെ ഇഷ്ടമല്ല. പക്ഷേ ദൈവം ലേയയിൽ കൂടെ ഇസ്രയേലിന്റെ ഗൃഹം പണിയുവാൻ നേരത്തെ ആലോചന ഇട്ടിരുന്നത് കൊണ്ട്, അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി എന്നതായിരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചത്? ലേയയോട് യഹോവയായ ദൈവം കനിവ് കാണിച്ച് ലേയിൽ കൂടെ ആദ്യം 4 പുത്രന്മാരെ നൽകുവാനായിട്ടിടയായി. നമുക്ക് ഈ പുത്രന്മാരെ കുറിച്ച് ചിന്തിച്ചെങ്കിലേ ഇസ്രയേലിന്റെ ബേസ് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇസ്രയേലിന്റെ ക്യാരക്ടർ മനസ്സിലാക്കുവാൻ, ആ ജനതയുടെ ക്യാരക്ടർ മനസ്സിലാക്കുവാൻ, ആ ജനതയുടെ മുമ്പോട്ടുള്ളതായ പോക്കിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ളതായ അവരുടെ സ്വഭാവത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ബേസിക് റീസൺ മനസ്സിലാക്കുവാൻ ആ പുത്രന്മാരെ കുറിച്ച് വേദപുസ്തകം പറയുന്ന കാര്യങ്ങൾ നാം ഒന്ന് അടിവരയിട്ട് ചിന്തിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ 12 പുത്രന്മാരെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് പോകുകയാണ്. ഒന്നാമത് ആദ്യത്തെ പുത്രനാണ്, ആ പുത്രന്റെ പേര് രൂബേൻ എന്നാണ്. ലേയയിൽ കൂടെ യാക്കോബിന് ലഭിക്കുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യജാതന.
അതിന്റെ 29-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം വായിക്കുമ്പോ വായിച്ചോട്ടെ. ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്റെ സങ്കടം കണ്ടു. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ അവന് രൂപേൻ എന്ന് പേരിട്ടു. അപ്പോ ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ അവന് രൂപേൻ എന്ന് പേരിട്ടു. എബ്രായ പശ്ചാത്തലം അനുസരിച്ച് ഇടുന്നതായ പേരുകൾക്ക് വ്യക്തമായ അർത്ഥമുണ്ട്. എങ്ങനെങ്കിലും ഒരു പേരിടുക എന്നുള്ളതല്ല. ഇവിടെ ഇട്ടതായ പേര് രൂപേനെന്ന്. രണ്ട് വാക്കുകളായിട്ട് നമുക്കതിനെ തിരിക്കുവാനായിട്ട് കഴിയും. രൂപേൻ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം കാണുക, നോക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോ ബെൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ് അർത്ഥം. അപ്പൊ എന്റെ മകനെ കാണുക. യഹോവയെ ലുക്ഡ് അപ്പോൺ മൈ അഫ്ലിക്ഷൻ. അതായത് എന്റെ മകനെ ഞാൻ കാണുമ്പോ എനിക്ക് എന്താ മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചതായ ഒരു മാനസിക സംഘർഷമുണ്ട്. ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചതായ ഒരു ഏകാന്തതയുണ്ട്. എന്നെ സ്നേഹിക്കുമെന്ന് കരുതി എന്നെ വെറുത്തതായ നാളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ ആഗ്രഹിച്ചത് പലതും എനിക്ക് ലഭിക്കാതെ ഞാൻ വേദനപ്പെട്ട് മനം കലങ്ങിയതായ ദിവസങ്ങൾ ഒത്തിരി കഴിഞ്ഞുപോയി. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ ഞാൻ അതിന്റെ വേദന അനുഭവിക്കുന്നവളായിരുന്നു. എന്നാൽ ഇതാ നോക്കൂ, ഞാൻ ഈ മകനെ കാണുമ്പോ എന്റെ സങ്കടം ദൈവം കണ്ടു എന്നെനിക്ക് ഉറപ്പു വരികയാണ്. ദൈവം എന്റെ സങ്കടം കണ്ടതുകൊണ്ട് ഞാൻ അവന് രൂപേൻ എന്ന് പേര് വിളിക്കാം എന്ന് പറഞ്ഞ് അതിനെ രൂപേൻ എന്ന് പേര് വിളിക്കുകയാണ്. ഇപ്പൊ രൂപേൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം എന്റെ സങ്കടം കണ്ടു. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ സങ്കടങ്ങൾ ദർശിക്കുന്ന അനേക നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു നിമിഷം നാം തിരിഞ്ഞു ചിന്തിച്ചാൽ പ്രൈസ് ദി ലോർഡ്, ആർക്കും നമ്മെ സഹായിപ്പാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ സഹായം വേണ്ടിയിരുന്നതായ വേളകളിൽ നമുക്ക് സഹായം ലഭിക്കാതെ സങ്കടത്തിൽ കൂടെ, കണ്ണുനീർ താഴ്വരയിൽ കൂടെ, ആരും കാണാതെ കരയേണ്ടതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതങ്ങളായി കടന്നു വരുവാൻ ഇടയുണ്ട്. എന്നാൽ അങ്ങനെയുള്ളതായ സാഹചര്യം വരുമ്പോ പ്രൈസ് ദി ലോർഡ്, വർഷം ഒരുപക്ഷെ 7 കഴിഞ്ഞാലും 14 കഴിഞ്ഞാലും ദൈവം അത് കാണുമെന്നുള്ളത് നിശ്ചയമാണ്. റാഹേലിന്റെ ലേയയുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കുവാനായിട്ട് ലേയക്കിടയായി. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് രണ്ടാമത്തെ മകൻ ജനിക്കുകയാണ്. ലേയക്ക് രണ്ടാമത്തെ മകൻ ജനിച്ചു. 29-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ടം എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേര്. രണ്ടാമത്തെ മകന്റെ പേര് ശിമയോൻ എന്നാണ്. ഷമ്മ എന്നുള്ളതായ വാക്ക് എബ്രായ പദത്തിന്റെ അർത്ഥം കേൾക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഷെമൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവം എന്റെ അപേക്ഷ കേട്ടു, ദൈവം എന്റെ നിലവിളി കേട്ടു, ദൈവം എന്റെ തേങ്ങൽ കേട്ടു, ദൈവം എന്റെ സങ്കടയാചന കേട്ടു. അതാണ് ശിമയോൻ എന്ന് പറഞ്ഞ ആശ്വാസത്തിന്റെ ശബ്ദം. അതുവരെ യാക്കോബിന് അവളോട് ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. ആ ഇഷ്ടമില്ലാത്തതായ അവസ്ഥയിൽ അവൾ മുന്നോട്ട് പോകുമ്പോ ദൈവം എന്റെ സങ്കടം കണ്ടു, ദൈവം എന്റെ അപേക്ഷ കേട്ടു. ശ്രദ്ധിക്കണം, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ വേദനകൾക്ക് മുമ്പിൽ, നാം കടന്നു പോകുന്ന പ്രയാസമുള്ളതായ ഘട്ടങ്ങൾക്ക് മുമ്പിൽ മിണ്ടാതിരിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ പ്രത്യാശിച്ച് നാം നമ്മുടെ ശബ്ദമുയർത്തി ഉറക്കെ നിലവിളിക്കുമ്പോ
ആ നിലവിളി കേൾക്കുന്ന ദൈവം നമ്മുടെ കയ്യിൽ മറുപടിയായി തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇസ്രയേലിന് അടിസ്ഥാനമായി തീരേണ്ട, രാഷ്ട്രത്തിന് അടിസ്ഥാനമായി തീരേണ്ട രണ്ടാമത്തെ മകന്റെ പേരെന്ന് പറയുന്നത് ദൈവം എന്റെ അപേക്ഷ കേട്ടു എന്നുള്ളതാണ്. ഇസ്രയേലിന്റെ രാഷ്ട്രത്തിന്റെ ആരംഭം മുതൽ ഈ ഓരോ അർത്ഥവും നമുക്ക് അവരുടെ ആ ജനത്തിൽ അത് അർത്ഥവത്താക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, പോസിറ്റീവായിട്ടുള്ളതായ കാര്യങ്ങളുണ്ട്. ആ രാഷ്ട്രത്തോടുള്ളതായ ബന്ധത്തിൽ അത് അക്ഷരം പ്രതി നിറവേറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ മകൻ അതും ലേയയുടെ മകനാണ്, അവന്റെ പേര് ശിമയോൻ എന്നാണ്. ഇനി മൂന്നാമത്തത് 29-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു. അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു. I have born him 3 sons, therefore was his name called Levi. എന്തുകൊണ്ടാ ലേവി എന്ന് പേര് വിളിക്കാൻ കാരണം? Now this time will my husband be joined unto me എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു പറ്റിച്ചേരുന്ന അനുഭവം അവളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. അവൾ അർഹിക്കുന്നതായ സ്നേഹം, അവൾക്ക് ലഭിക്കേണ്ടതായ സ്നേഹം, ലഭിക്കുമെന്ന് കരുതിയിരുന്നതായ കരുതൽ ഇതുവരെ അവൾക്ക് ലഭ്യമായില്ല. അവൾക്ക് ലഭ്യമാകുന്നത് എപ്പോഴാണ്? ദൈവം എന്റെ നിലവിളി കേട്ടു എന്ന അനുഭവത്തിലെത്തിയപ്പോ അവൾക്ക് അവിടെ സാക്ഷ്യം മാറുകയാണ്. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരുമെന്ന് പറഞ്ഞ് ക്ലീവ് അൺടു മീ, ഒട്ടിച്ചേരും. ക്ലീവ് അൺടു മീ എന്ന് പറയുമ്പോ ഒട്ടിച്ചേരുക എന്ന് പറഞ്ഞാൽ ഒന്നായി ചേരുക. അകന്നു നിൽക്കുന്നതായ പലതും, വേർപെട്ടു നിൽക്കുന്നതായ അനുഭവങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഒരിക്കലും അടുത്തു വരികയില്ല എന്ന് കരുതി നിൽക്കുന്നതായ കാര്യങ്ങൾ ദൈവം തന്റെ ഭക്തന്മാരുടെ നിലവിളി മൂലം അടുപ്പിച്ചു കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം. ലേയയുടെ ജീവിതത്തിൽ 3-ാമത്തെ പുത്രൻ ജനിക്കുകയാണ്. അവന്റെ പേര് ലേവി എന്നാണ്. അവൻ എന്താ ലഭിച്ചപ്പോ ലേയ അവന് പേരിട്ട എന്തുകൊണ്ടാണ്? ഇപ്പോൾ അവൻ എന്നോട് പറ്റിച്ചേരും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവൾക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ ലേവി എങ്ങനെയാണ് പറ്റിച്ചേരാൻ പോകുന്നതെന്ന് അവൾക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. നാം പുറപ്പാട് പുസ്തകം വായിക്കുമ്പോ, സംഖ്യാപുസ്തകം വായിക്കുമ്പോ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് ആ ലേവി പറ്റിച്ചേർന്നത്, ആരോടാ പറ്റിച്ചേർന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ലേവിയുടെ ജീവിതത്തിൽ ആദ്യമൊക്കെ വളരെ ഗുരുതരമായ കുറ്റങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ മന്ത്രണങ്ങൾ കുടുങ്ങിപ്പോകരുതേ എന്ന് പറഞ്ഞ് ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, പേടി സ്വപ്നമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ലേവിയെയും ശിമയോനെയും തള്ളിവിടുന്ന ഒരു സന്ദർഭം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണുവാനായിട്ട് കഴിയും. പക്ഷേ ആ താൽക്കാലികമായി സംഭവിക്കുന്നതായ സംഭവങ്ങൾക്ക് അപ്പുറമായി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ലേവി ആരാണ്? ലേവി പറ്റിച്ചേരേണ്ടതിനു വേണ്ടി ഇസ്രയേലിലെ 3-ാമത്തെ മകനായി ദൈവം നൽകിയതായ ദാനമാണ്. 3-ാമത്തെ മകന്റെ പേര് ലേവിക്ക് ലഭിച്ചതായ 3-ാമത്തെ മകന്റെ പേര് ലേവി എന്നാണ്. ഇന്ന് നമുക്ക് 4-ാമത്തെ മകനിലേക്ക് പോകാം. 29-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. ദ ഫോർത്ത് സൺ ഓഫ് ലേയ, അവന്റെ പേര് യൂദ എന്ന. വായിക്കാം നമുക്ക് 35-ാമത്തെ വാക്യം. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ലേയയെ സംബന്ധിച്ച് ഇപ്പൊ 4 പുത്രന്മാർക്ക് അവൾ ജന്മം കൊടുത്തു. ആ കുടുംബത്തിൽ 4 കുഞ്ഞുങ്ങൾ ഓടി നടക്കുകയാണ്. അവരുടെ അർത്ഥമൊന്ന് നോക്കിക്കേ. യഹോവ എന്റെ കഷ്ടം കണ്ടു, യഹോവ എന്റെ നിലവിളി കേട്ടു. യഹോവയോട് പറ്റിച്ചേരുന്നതായ ഒരു അനുഭവം. പറ്റിച്ചേരുന്നവൻ എന്ത് ചെയ്യും?
ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. യൂദ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാവുന്ന വാക്കാണ്, നമുക്കറിയാവുന്ന അർത്ഥമാണ്. സ്തുതി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവം ഒരുവനെ കണ്ണുനീര് കണ്ട് ദൈവം ഒരുവന്റെ അപേക്ഷയ്ക്ക് മറുപടി കൊടുത്താൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായ സ്റ്റേജാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവത്തിങ്കിൽ നിന്ന് നന്മ ലഭിച്ചിട്ട്, ദൈവത്തിങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ട് നാം ദൈവം ഉദ്ദേശിക്കുന്നതായ രീതിയിൽ ദൈവത്തോട് നന്ദി കാണിക്കാതെ പോകുന്നവരാണ് പലപ്പോഴും നാം. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങൾ, ഒറ്റപ്പെടുന്നതായ അനുഭവം വരുമ്പോ, കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോ, അകറ്റിക്കളയുന്നതായ അനുഭവം കടന്നു വരുമ്പോ, പ്രൈസ് ദി ലോർഡ്, ഇതിനെല്ലാറ്റിനും മറുപടി തരുന്നതായ വേളയിൽ ദൈവവുമായിട്ടുള്ളതായ ആരാധനാ ബന്ധത്തിൽ അടുത്തു ചെന്ന് പറ്റിച്ചേരണമെന്നുള്ളതാണ് ദൈവജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മെ കുറിച്ചുമുള്ളതായ ദൈവത്തിന്റെ പദ്ധതി അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നാം തുറന്ന് ചിന്തിക്കുമ്പോ ഈ 12 ഗോത്രങ്ങളിലും വെച്ച് പൗരോഹിത്യ ശുശ്രൂഷ ലഭിച്ചത് ആർക്കാണ്? 3-ാമത്തെ ഗോത്രമായ ലേവി ഗോത്രത്തിനാണ്. 4-ാമത്തെ ഗോത്രമായ യഹൂദയ്ക്ക് എന്താ കിട്ടിയ പദവി എന്ന് പറയുന്നത്? തുടർന്ന് വായിക്കുമ്പോ, എന്നേക്കും നിലനിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനം യഹൂദ ഗോത്രത്തിൽ നിന്നാണ് വന്നത്, യഹൂദ ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അധികാരത്തിന്റെ ദണ്ണ്, അധികാരത്തിന്റെ ചെങ്കോൽ യഹൂദായുടെ കയ്യിൽ കൊടുത്തപ്പോ മനുഷ്യനെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട്, പറ്റിച്ചേർന്ന് നിർത്തുവാനായിട്ട് സാധ്യമാക്കുന്ന ആ പൗരോഹിത്യ ശുശ്രൂഷ ലഭിച്ചത് ലേവി ഗോത്രത്തിനാണ് എന്നുള്ളത് നാം ചിന്തിക്കണം. അപ്പോ എങ്ങനെയാണ് ആ പേരിന്റെ അർത്ഥം വരുവാനിരിക്കുന്നതായ ഇസ്രായേൽ രാഷ്ട്രവുമായിട്ടുള്ളതായ ബന്ധത്തിൽ ദൈവം ആക്കി തീർത്തത് എന്ന് ചിന്തിക്കുമ്പോ, ഇതൊന്നും യാദൃച്ഛികമായി സംഭവിച്ചതല്ല. ഇതെല്ലാം ദൈവത്തിന്റെ അനന്തമായ പ്ലാൻ, നേരത്തെ നിർണയിക്കപ്പെട്ടിരുന്നതായ പ്ലാൻ, അതിനനുസരിച്ച് അതാത് സമയത്ത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായി, അപ്രതീക്ഷിതമായി, അസാധാരണമായെന്ന വണ്ണം സംഭവിക്കുന്നതായ ഒരു കാര്യവും ദൈവത്തിന്റെ മുമ്പിൽ അസാധാരണമല്ല, അപ്രതീക്ഷിതമല്ല. ദൈവം അത് മുന്നമേ നിർണയിച്ചതാണ്. ആ മുൻനിർണയിക്കപ്പെട്ടതായ ഓരോ പദ്ധതിക്കും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മെ ഇന്ന് കടത്തിവിടുന്നതായ ഓരോ അനുഭവത്തിലും ദൈവത്തിന് ചെയ്തെടുക്കേണ്ടതായ ചില പദ്ധതികളുടെ പൂർത്തീകരണം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വൃക്ഷത്തിന്റെ ഫലത്തിൽ, ആ ഫലത്തിന്റെ ഉള്ളിലുള്ളതായ ഒരു വിത്തിൽ, പ്രൈസ് ദി ലോർഡ്, മറ്റൊരു വൃക്ഷം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, വലിയൊരു ഫലം പുറപ്പെടുവിക്കേണ്ടതിന്, വലിയൊരു റിസൾട്ട് വരേണ്ടതിന് ദൈവം നമ്മുടെ അനുഭവങ്ങളെ എല്ലാം ഗോപ്യമായി തൽക്കാലം വെച്ചു എന്ന് വന്നാലും അതെല്ലാം വികസിച്ച് ദൈവത്തിന്റെ അനന്തമായ പദ്ധതിക്ക് ഭാഗവാക്കാകുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ 4 പുത്രന്മാരെ ലഭിച്ചപ്പോ മറുഭാഗത്ത് ഒരാളുണ്ട്. ആരാണ്? റാഹേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. റാഹേൽ വന്ന് യാക്കോബിനോട് പറയുക, അവൾക്ക് 4 പുത്രന്മാരെ ലഭിച്ചു, എനിക്കും വേണം മക്കൾ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് റാഹേലിനെ യാക്കോബിന് ആദ്യം ഭാര്യയായിട്ട് കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ, ആദ്യം റാഹേലിനെ യാക്കോബിന് ഭാര്യയായിട്ട് ലഭിച്ചിരുന്നെങ്കിൽ അവൻ അതുകൊണ്ട് തൃപ്തിപ്പെടുമായിരുന്നു. അതോടുകൂടെ ആ ബിൽഡിംഗ് അപ്പ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നതായ പദ്ധതി എന്ത് ചെയ്യും? അവിടെ നിൽക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ദൈവത്തിനതറിയാം. റാഹേലിനെ സംബന്ധിച്ച് അവൾ ശരീരത്തിൽ ബലഹീനയാണ്, മെന്റലി അല്പം
ഡിസോർഡറും കൂടിയാണെന്ന് അടുത്ത ആക്ഷനിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. പോട്ടെ, ഞാനതൊന്നും സ്ഥാപിക്കാനല്ല, എങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ അവളെ സംബന്ധിച്ച് ഹല്ലേലൂയ ഇസ്രായേലിന്റെ ആ രാഷ്ട്രം പണിയുവാൻ അവൾ പോരായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് യാക്കോബിന്റെ ഇഷ്ടത്തിന് ദൈവം അനുകൂലം നിൽക്കാതിരുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. ലാബാനത വഞ്ചിച്ചതാണ് എന്ന് ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. മനുഷ്യൻ വിതച്ചത് തന്നെ കൊയ്യുമെന്നുള്ളതായ അതനുസരിച്ച് തന്റെ അപ്പനെയും തന്റെ ജ്യേഷ്ഠനെയും യാക്കോബ് ചതിച്ചത് കൊണ്ട്, ഡിസീവ് ചെയ്തത് കൊണ്ട് അവന് പകരം ആ ഡിസെപ്ഷൻ ലഭിച്ചു എന്ന് നമുക്ക് മാനുഷികമായി ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മുന്നോട്ടുള്ളതായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതാ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അടുത്ത സെക്ഷനിലേക്ക് വരാം. 30-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചു പോകാം. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു. തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. യാക്കോബിനോട്, എനിക്ക് മക്കളെ തരയണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ചൊരിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. അതിന് അവൾ, എന്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ, അവളെ അടുക്കൽ ചെല്ലുക, അവൾ എന്റെ മടിയിൽ പ്രസവിക്കട്ടെ, അവളാൽ എനിക്കും മക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തന്റെ ദാസി ബിൽഹായെ അവന് ഭാര്യയായി കൊടുത്തു. യാക്കോബ് അവരുടെ അടുക്കൽ ചെന്നു. ബിൽഹ ഗർഭം ധരിച്ചു, യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി, എന്റെ അപേക്ഷ കേട്ട് എനിക്ക് ഒരു മകനെ തന്നു എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോ 5-ാമത്തെ പുത്രൻ ജനിക്കുകയാണ്. ഈ 5-ാമത്തെ പുത്രൻ നിയമപരമായി യാക്കോബിന്റെ ഭാര്യമാരിൽ നിന്നല്ല ലഭിച്ചതെന്നുള്ള കാര്യം മനസ്സിലാക്കി. എന്റെ പേരെന്താ ഇട്ടത്? അവന്റെ പേരിട്ടത് ദാൻ എന്നാണ്. The worst Dominic tribe among the tribe of Jacob എന്നാണ് ദാനിനെ കുറിച്ചുള്ള വിശേഷണം. എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ ഗോത്രത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഗോത്രത്തിൽ വെച്ച് ഏറ്റവും ഡിമോണിക് ആയിട്ടുള്ള ഒരു ട്രൈബായി മാറിയത് ദാൻ ഗോത്രം. ഈ ദാനിന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ദാൻ വന്നത് റാഹേലിന്റെ അസൂയ നിമിത്തമാണ് വന്നത്. റാഹേലിന്റെ അസൂയ നിമിത്തം. പ്രൈസ് ദി ലോർഡ്. ആരോട് അസൂയ തോന്നി? ലേയയോട് അസൂയ തോന്നി. ലേയയോട് അസൂയ തോന്നിയിട്ട് തന്റെ ദാസിയെ യാക്കോബിന് കൊടുക്കുകയാണ്. നമ്മള് മോറൽ സൈഡ് ചിന്തിച്ചാൽ ഒരിക്കലും ഒരു ഭാര്യ ചെയ്യരുതാത്തൊരു കാര്യമാണ് അവൾ ചെയ്തത്. പക്ഷേ അസൂയ നിമിത്തം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ അവൾ നിർബന്ധിതനാകുകയും വീട്ടിലെ ആ സ്വൈരത നഷ്ടപ്പെടുന്നത് അത് വേണ്ട എന്ന് വിചാരിച്ച് യാക്കോബ് അതിന് വഴിപ്പെടുന്നതുമാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അസൂയയിൽ നിന്നും ആ ശണ്ടയിൽ നിന്നും ഒരു മകൻ ജനിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിനും അവൾ ഒരു പേര് പറഞ്ഞു. എന്താണെന്നറിയാമോ? ദൈവം എനിക്ക് ന്യായം നടത്തി, എന്റെ അപേക്ഷ കേട്ട് എനിക്കൊരു മകനെ തന്നെന്ന് പറഞ്ഞു. അവന് ദാൻ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. പിൽക്കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോ ഇസ്രായേൽ ഗോത്രത്തിലെ വിഗ്രഹാരാധന ആദ്യം മൂലം ഒരു ഗോത്രം വിഗ്രഹാരാധനയിൽ അകപ്പെട്ടു പോകുന്നത് ദാനാണ്. ദാനെ കുറിച്ചുള്ളതായ അനുഗ്രഹ വചസ്സുകൾ നമ്മൾ നോക്കണം. യാക്കോബിന്റെ അനുഗ്രഹവും മോശം നൽകുന്നതായ അനുഗ്രഹവും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ നമുക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റും കാണുവാനായിട്ട് കഴിയും. എന്താണ് അവിടുത്തെ പേസ് എന്ന് പറയുന്നത്? അസൂയ നിമിത്തം ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഒരു നന്മ കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നതായ റാഹേൽ. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് നമുക്കുണ്ട്. പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമുക്ക് ശക്തമായ ഒരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു ദൂതുണ്ട്.
ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ളതായ വാക്യം വായിക്കുമ്പോൾ അവിടെ നിശബ്ദ പാപങ്ങൾ എന്നറിയപ്പെടുന്ന ചില ലിസ്റ്റ് ഓഫ് സിൻസ് നമുക്ക് കാണുവാൻ കഴിയും. നിശബ്ദ പാപങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ നിശബ്ദ പാപങ്ങളിൽ നിന്ന് ആരംഭിച്ച് പ്രൈസ് ദി ലോർഡ് മറ്റൊരു പേരുകളുണ്ട്, ജനിതക പാപം എന്നും പറയും. ജനിതക പാപം എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് മദർ സിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാനായിട്ട് കഴിയും. പാപങ്ങളുടെ മാതാവ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അസൂയ. പ്രൈസ് ദി ലോർഡ്. അസൂയ എവിടെല്ലാം വന്നിട്ടുണ്ടോ അവിടെല്ലാം നാശമാണ് വന്നിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഓരോന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ അസൂയ ഒന്ന് ലിസ്റ്റ് ചെയ്താൽ ഒത്തിരി കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ ഗോത്രത്തിന്റെ ഇടയ്ക്ക് ആ അസൂയ നിമിത്തം അന്ന് ഭവിച്ചതായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാൻ ഗോത്രം മൂലം ഇസ്രായേല് രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്രായേല് മൊത്തത്തിൽ സഫർ ചെയ്ത കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ അതിന്റെ ഉത്ഭവം എവിടെയാണ്? ഇവിടെയാണ് അതിന്റെ ഉത്ഭവം. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പ്രാർത്ഥിക്കുന്ന നമ്മൾ, ഉപവസിക്കുന്ന നമ്മൾ, ആരാധിക്കുന്ന നമ്മൾ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും അവരുടെ കഴിവ് നോക്കി, അവരുടെ പണം നോക്കി, അവരുടെ സൗന്ദര്യം നോക്കി, അവർക്ക് ലഭിക്കുന്ന നന്മ നോക്കി, അവർക്ക് ലഭിക്കുന്ന ഉയർച്ച കണ്ട് ഹൃദയത്തിൽ അസൂയ മുളയ്ക്കുന്നു എങ്കിൽ അതുമൂലം അനുഗ്രഹമാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയാലും, അല്ലെങ്കിൽ ദൈവം അത് കണക്കാക്കിയില്ല, നാം പ്രാർത്ഥിക്കുന്നതിന് മറുപടി തന്നു എന്ന് തോന്നിയാലും, പിന്നത്തേതിൽ അതുമൂലം വരുവാനുള്ളതായ ഗുരുതരമായ നെഗറ്റീവ് വശങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ ജനിതക പാപങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അസൂയ. ഈ അസൂയ സംബന്ധിച്ച് പുറമേ കാണാനായിട്ട് കഴിയത്തില്ല. അസൂയാളത്വപരമായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. അത് ഹൃദയത്തിൽ വരുന്നതായ ഒരു വികാരമാണ്, അല്ലെങ്കിൽ ഒരു അനുഭവമാണ്. പക്ഷേ അസൂയ മൂലം ഉളവാകാനിടയുള്ളതായ ഒത്തിരി പാപങ്ങളുണ്ട്. ശൗലിനെ ഒന്ന് നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. അവന്റെ സിംഹാസനം പോയി, അവന്റെ കുലം മുടിഞ്ഞു പോകുവാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ മുളച്ചു വന്നതായ അസൂയയെ. സ്തോത്രം. ഒരുവനിൽ ഒരു ദൈവം ഒരു കൃപ നൽകിയാൽ, ഒരുവനിൽ ഒരു കഴിവ് ദൈവം നൽകിയാൽ, ദൈവം ഒരുവന് നന്മ നൽകിയാൽ ആ നന്മയോർത്ത്, ആ ലഭിച്ചതായ ദൈവിക വിഷയമോർത്ത് സന്തോഷിക്കുകയും അഭിനന്ദിക്കുകയും അല്ലാതെ പ്രൈസ് ദി ലോർഡ് അസൂയയുടെ ലാഞ്ചന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ ഭയങ്കരമായ നാശമുണ്ടാകുമെന്ന് പ്രൈസ് ദി ലോർഡ് ഇത് നമ്മളെ തെളിയിക്കുകയാണ്. അപ്പം എന്താ പറഞ്ഞത്? ബിൽഹ ഗർഭം ധരിച്ചു. എങ്ങനെയാണ്? പ്രൈസ് നമുക്കറിയാം. അപ്പോ അഞ്ചാമത്തെ പുത്രനാണ് ആര്? ദാൻ. ഇനി നമുക്ക് ആറാമത്തെ പുത്രൻ, അത് ബിൽഹയിൽ നിന്ന് തന്നെയുള്ളതായ രണ്ടാമത്തെ മകനാണ്. നമുക്ക് 30-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നോക്കാം. റാഹേലിന്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ചു, യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ എന്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുത് ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. നഫ്താലി എന്ന വാക്കിന്റെ അർത്ഥം റെസലിംഗ് എന്ന, ഗുസ്തി പിടിക്കുന്നവനെന്ന്. പ്രൈസ് ദി ലോർഡ്. ഐ റെസൽഡ് വിത്ത് മൈ സിസ്റ്റർ ആൻഡ് വൺ. നോക്കിക്കേ, എന്താണ് നമുക്കത്, നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുകയാണ്. പക്ഷേ അതിനകത്തടങ്ങിയിരിക്കുന്ന ഗുരുതരമായ ആ സ്വഭാവ ദോഷം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. റാഹേലിനെ എന്തുകൊണ്ടാണ് ആദ്യം നൽകാതിരുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം അതിന് അനുവദിക്കാത്തതെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അവരുടെ ഈ ക്യാരക്ടർ ഡിസോർഡർ ആണ് കാര്യം. ക്യാരക്ടർ ഡിസോർഡർ മനസ്സിലായല്ലോ.
ഈ രണ്ട് സംഭവത്തിൽ നിന്ന് അവരുടെ ക്യാരക്ടർ ഡിസോർഡർ മനസ്സിലായല്ലോ. അസൂയയാണൊന്ന്, രണ്ട് ഏത് മ്ലേച്ഛ പ്രവൃത്തി ചെയ്യാനും ഒരു മടിയുമില്ല. ആ ചെയ്യുന്നതായ അരുതാത്തതായ കാര്യങ്ങൾ ദൈവത്തിന്റെ പേരിൽ ക്ഷമിക്കാനും ഒരു ബുദ്ധിമുട്ടും അവക്കില്ല. അവിടെ കൊണ്ട് നിർത്തിയില്ല. ആ സഹോദരിയോടുള്ളതായ റെസ്ലിംഗ് അവൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ മത്സരം, അവളോടുള്ളതായ എതിർപ്പ്, അവളോടുള്ളതായ ആ റെസ്ലിംഗ് അവൾ നിർത്താതെ കൊണ്ടുപോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരിയോട് ഞാൻ റെസ്ലിംഗ് ചെയ്ത് ഗുസ്തി പിടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞ് നഫ്താലി എന്ന് പേരിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം അത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പിൽക്കാലത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സമയത്ത് യഹൂദ വംശമുണ്ടല്ലോ, ബാബിലോണിൽ നിന്ന് വന്നതായ യഹൂദ അല്ലെങ്കിൽ അടിമകളായി പിടിച്ചുകൊണ്ടു പോകപ്പെട്ടതായ യഹൂദന്മാർ 4 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു. 4 വിഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആ 4 വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് ഹെലനിക് ജ്യൂസ് എന്ന് പറയുന്നത്. ഹെലനിക് ജ്യൂസ്. ഹെലനിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സമ്പ്രദായവുമായിട്ട് ഇഴുകിച്ചേർന്ന് ഗ്രീക്ക് ആരാധനയോട് അനുരൂപപ്പെട്ട് അവര് പോകുവാൻ നിർബന്ധിതരായി തീരാൻ കാരണം യോർദാന് കിഴക്കുള്ളതായ ദേശമാണ് അവർക്ക് കിട്ടിയത്. യോർദാന് കിഴക്കുള്ളതായ ദേശം അവർക്ക് കിട്ടിയപ്പോൾ, അതായത് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നിരുന്നപ്പോൾ, ആ ദേശത്തിന്റെ പേര് പെരിയ എന്നാണ്. ആ ദേശം അവർക്ക് കിട്ടിയപ്പോ ആ ദേശത്ത് അന്ന് റോമൻ പാലസ്തീൻ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ഭരിച്ചിരുന്നതായ റോമൻ ഗവൺമെന്റ് ആ പ്രദേശത്തിന്റെ മനോഹാരിതയും ആ പ്രദേശത്തിന്റെ ജിയോഗ്രഫിക്കൽ ഫെസിലിറ്റി എല്ലാം കണ്ടിട്ട് ആ സ്ഥലം എന്തെന്നറിയാമോ, റോമൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കുവാനുള്ളതായ കോളനിയായിട്ട് അത് മാറ്റി. അങ്ങനെ അത് മാറ്റിക്കഴിഞ്ഞപ്പോ ഗ്രീക്കോ റോമൻ സംസ്കാരം, അന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് ഗ്രീക്കോ റോമൻ സംസ്കാരമാണ്. ആ ഗ്രീക്കോ റോമൻ സംസ്കാരം അവിടെ അങ്ങ് പ്രബലപ്പെട്ട് കഴിഞ്ഞപ്പോ ഗ്രീക്കുകാരുടെ ക്ഷേത്രങ്ങൾ, റോമക്കാരുടെ ക്ഷേത്രങ്ങൾ അവിടെ ധാരാളമായി ഉയർന്നു വന്നു. അങ്ങനെ അവിടെ താമസിച്ചിരുന്നതായ ഈ നഫ്താലി ഗോത്രത്തിൽപ്പെട്ടതായ യഹൂദന്മാർ എന്ത് ചെയ്തു? അതുമായിട്ട് അംഗീകരിച്ചേർന്നു. അവര് ഈ ജാതീയ ആചാരങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് കഴിഞ്ഞപ്പോ ബാക്കിയുള്ളതായ 3 വിഭാഗങ്ങളുണ്ടല്ലോ, യഹൂദ വിഭാഗങ്ങൾ, അവരെ വിടക്കെന്നെണ്ണി. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയ്ക്ക് അവരെ താഴ്ന്ന വർഗമായി അവരെ എണ്ണിക്കണം. അങ്ങനെ താഴ്ന്ന വർഗമായിട്ട് എണ്ണിയപ്പോ ബാക്കിയുള്ള യഹൂദന്മാർ അവരുമായിട്ടുള്ളതായ ബന്ധം വിച്ഛേദിച്ചു. അപ്പോ ആ പെരിയയിൽ താമസിച്ചിരുന്നതായ ഈ നഫ്താലി ഗോത്രത്തിൽപ്പെട്ടതായ ആൾക്കാർ എന്ത് ചെയ്തു? ഈ യഹൂദന്മാരെ പ്രകോപിപ്പിക്കത്തക്കതായ വിധത്തിൽ എന്തെല്ലാമാണോ നിഷിദ്ധമായത് അതെല്ലാം അവർ ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അവർ പന്നി വളർത്തലിൽ ഏർപ്പെട്ടു. പന്നി യഹൂദന്മാർക്ക് നിഷിദ്ധമാണ്. അപ്പോ അവിടെ താമസിച്ചിരുന്നതായ യഹൂദന്മാർ ഈ ഗ്രീക്ക് സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന് കഴിഞ്ഞപ്പോ അവരെ ഹെലനിക് ജ്യൂസ് എന്നുള്ളതായ പേരിൽ അവർ അറിയപ്പെട്ടു. അവരെ യഹൂദന്മാരുടെ വർഗത്തിൽ ദളിതന്മാരായി, താഴ്ന്ന ജാതിക്കാരായി എണ്ണപ്പെട്ടു. അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതായ ജോലികൾ ചെയ്ത് ബാക്കിയുള്ള യഹൂദന്മാരെ എത്രത്തോളം പ്രകോപിപ്പിക്കാമോ അത്രത്തോളം പ്രകോപിപ്പിക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതായ ഗലീലയിലോ യഹൂദിയയിലോ താമസിക്കുന്നതായ യഹൂദന്മാരോ മറ്റുള്ളതായ യഹൂദ വംശജരോ ഒന്നും അവരുടെ അടുത്തേക്ക് പോകുകയാകട്ടെ അവരുമായിട്ട് യാതൊരു സമ്പർക്കവും ചെയ്യാതെ അവരെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ നഫ്താലി ഗോത്രത്തിന് വന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ സമയത്ത് നമുക്കറിയാം
ഒരു വ്യക്തിയെ രക്ഷിക്കേണ്ടതിന് വേണ്ടി താന് ഗന്നസരെ തടാകം കടന്ന് ആ പെരിയയിലേക്ക്, യോർദാന് കിഴക്കുള്ളതായ സ്ഥലത്തേക്ക് ചെന്ന് അവിടെയുള്ളത് ഒരു മനുഷ്യനെ 6000-ത്തിലധികം ഭൂതങ്ങൾ ബാധിച്ചതായ ആ മനുഷ്യനെ വിടുവിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തത് നീ പോയി അറിയിക്കാൻ പറഞ്ഞു. ദക്കേപ്പൊലി എന്ന് പറയുന്നതായ ദേശത്ത് ആ ഒരു മനുഷ്യൻ ചെയ്തതായ സുവിശേഷ പ്രവൃത്തി നിമിത്തം ചില നാളുകൾ കഴിഞ്ഞപ്പോ ആയിരക്കണക്കിന് ജനം അടുത്ത കർത്താവിന്റെ വിസിറ്റിങ്ങിൽ അവിടെ തടിച്ചുകൂടുവാൻ ഇടയായിട്ട് തീർന്നത് നാം വായിക്കുന്ന സുവിശേഷങ്ങളിൽ. ഞാൻ പറഞ്ഞു വന്നത്, പ്രൈസ് ദി ലോർഡ്, ആ നഫ്താലി ഗോത്രത്തിന് വന്നതായ താഴ്ചയാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. ആരുടെ ചെയ്തിയായിട്ടാണ്? റാഹേലിന്റെ ചെയ്തിയ. ക്യാരക്ടർ ഡിസോർഡർ ആണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ളതായ പേരിൽ അറിയപ്പെടുന്നതായ നമ്മുടെ ക്യാരക്ടർ ഒരിക്കലും മോശമായി തീരരുത്. ഞാൻ വളരെ സ്ലോയിലാണ് ഞാനത് പറയുന്നത്. ക്രിസ്ത്യൻ ക്യാരക്ടർ ആൻഡ് ക്രിസ്ത്യൻ ബിഹേവിയർ വളരെ വളരെ പ്രധാനമാണ്. നമ്മുടെ ഉള്ളത്തിലെ ചിന്തകൾ, മറ്റുള്ളവരോടുള്ള മനോഭാവം, അവരോടുള്ളതായ മാനസിക നില, അവരോടുള്ളതായ സംസാരം, പ്രൈസ് ദി ലോർഡ്, വളരെ ഗുരുതരമായ അവസ്ഥാവിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. കാലങ്ങൾ കഴിയുമ്പോൾ ലഭിക്കേണ്ടതായ നന്മകൾ, തലമുറയ്ക്ക് ലഭിക്കേണ്ടതായ നന്മകളൊന്നും ലഭിക്കാതെ സമൂഹത്തിൽ നിന്ന് തന്നെ സൃഷ്ടരാക്കപ്പെടുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറയട്ടെ, കർത്താവ് വരുമ്പോ വിശ്വാസം കണ്ടെത്തുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് നിശ്ചയമായും സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. ഈ ഒരു തലമുറയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളെ ക്രിസ്ത്യൻ ക്യാരക്ടറിന് നിർബന്ധമായും ക്രിസ്ത്യൻ ക്യാരക്ടറിന് ഉള്ളിലാക്കിയവരെ അഭ്യസിപ്പിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറായില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആ ക്രിസ്ത്യൻ ക്യാരക്ടറിൽ നിന്ന് അകന്നു പോകുവാനിടയാകും. കുഞ്ഞുങ്ങൾ കോപിക്കുമ്പോ, കുഞ്ഞുങ്ങൾ നിർബന്ധം പിടിക്കുമ്പോ, കുഞ്ഞുങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ശാഠ്യം പിടിക്കുമ്പോ, ദൈവഭാഗത്തു നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നുമ്പോ, പ്രൈസ് ദി ലോർഡ്, അവരെ ശ്രദ്ധിക്കാതിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത തലമുറ ദോഷകരമായ ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടും. വളരെ ശ്രദ്ധിക്കണം. സ്തോത്രം. പോയ തലമുറയിലെ ഭക്തി ഈ തലമുറയിൽ ഉണ്ടാകാത്തതിന് കാരണം എന്താണ്? ഈ തലമുറയിലുള്ളവർ ക്രിസ്ത്യൻ ക്യാരക്ടറോ ക്രിസ്ത്യൻ ബിഹേവിയറോ ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ടത്, കർത്താവ് നമുക്ക് നിർബന്ധമായും തന്നിരിക്കുന്ന ക്രിസ്ത്യൻ ബിഹേവിയർ ഉണ്ട്. ക്യാരക്ടർ എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. കർത്താവിന്റെ സ്വഭാവം ഒന്നുപോലും വിട്ടുകളയേണ്ടതല്ല. വളരെ വളരെ ആഴമായി അത് പഠിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുവാൻ നാമും നമ്മുടെ കുടുംബങ്ങളും ശ്രദ്ധിക്കുകയും വേണം. റാഹേലിന് പറ്റിയ അബദ്ധം കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോ അത് വീണ്ടും ആ കുടുംബത്തിലേക്ക് വ്യാപരിക്കുകയാണ്. അത് പറയാൻ എന്റെ സമയം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 2 മിനിറ്റും കൊണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് പോകാം. റാഹേൽ അത് ചെയ്തു കഴിഞ്ഞപ്പോ, പ്രൈസ് ദി ലോർഡ്, അപ്പുറത്ത് നന്മ മുടങ്ങിപ്പോയി എന്ന് കരുതിയതായല്ലേ എന്ത് ചെയ്തു? അതേ ഭാഗത്തേക്ക് അവളും കടന്നു വരുവാനായിട്ടിടയായി. അവൾ എന്ത് ചെയ്തു? 30-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലേയ കണ്ടാറെ തന്റെ ദാസി സിൽപ്പയെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു. ഒരാളിന്, ഒരു കുടുംബത്തിൽ ഒരാളിന് ക്യാരക്ടർ ഡിസോർഡർ ഉണ്ടായാൽ അടുത്ത ആളിലേക്ക് അത് വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്.
ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കണം, അപ്പനും മക്കളും ശ്രദ്ധിക്കണം. അപ്പന്റെ സ്വഭാവം വ്യത്യാസം വന്നാൽ മക്കളുടെ സ്വഭാവം വ്യത്യാസം വരും. മക്കളുടെ സ്വഭാവം വ്യത്യാസം വന്നാൽ അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവം അതിനനുസരിച്ച് കൊണ്ടുപോകല്ലേ. അവരെ നേർവഴിക്ക് കൊണ്ടുപോകുവാൻ നാം കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പരസ്പരം വഴക്കടിക്കുമ്പോ ആരെയും സപ്പോർട്ട് ചെയ്യരുത്. ശരിയായി അപഗ്രഥിച്ച് തെറ്റുകാരൻ ശിക്ഷിക്കപ്പെടണം, തെറ്റുകാരൻ ശാസിക്കപ്പെടണം. അങ്ങനെ ഒരു ശിക്ഷണം നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. ഇളയാളാണെന്ന് വിചാരിച്ച് ദാക്ഷിണ്യം കാണിക്കുകയോ മൂത്ത ആളാണെന്ന് വിചാരിച്ചിട്ട് വാത്സല്യം കാണിക്കുകയോ ചെയ്തുകൊണ്ട് തെറ്റിന് അനുകൂലം നിന്ന് കഴിഞ്ഞാൽ 100% ക്യാരക്ടർ ഡിസോർഡർ ആകും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? റാഹേല് തന്റെ ദാസിയെ യാക്കോബിന് കൊടുത്തപ്പോ പിന്നെ ഞാനെന്തിനാ മിണ്ടാതിരിക്കുന്നത്, എനിക്കും ചെയ്യാമല്ലോ എന്ന് കരുതി ലേയും അതേ പാതയിലേക്ക് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലേയുടെ ദാസി ശില്പ യാക്കോബിന്റെ മകനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു ലേയ. അപ്പൊ പറയുകയാണ് ഭാഗ്യമെന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു. Leah said, a troop cometh, and she called his name God. 2 evil sons for Jacob came out, for Jacob through Bilhah, the maid servant of Rachel. Praise the Lord. Evil sons ആണ് ആർക്കുണ്ടായത്? റാഹേലിനുണ്ടായത്. Praise the Lord. അപ്പോ ഞാന് ആ ഭാഗം എഴുതട്ടെ. ലേയുടെ ദാസി ഹാപ്പി അയാ. അപ്പോ ലേയ്ക്ക് മകനുണ്ടായി കഴിഞ്ഞപ്പോ ലേ പറഞ്ഞത് എനിക്കിപ്പോ സന്തോഷമായി, ഞാനിപ്പോ ഭാഗ്യവതിയായി, ഞാനിപ്പോ സന്തോഷവതിയായി. പ്രൈസ് ദി ലോർഡ്. ശില്പ മെയ്ഡ് സെർവന്റ് ലേ ഗേവ് ബർത്ത് ടു ഗോഡ്. ഗുഡ് ഫോർച്യൂൺ ഈസ് കമ്മിങ് ത്രൂ ഹിം. നല്ല ഭാഗ്യമെന്നാണ് കരുതിയിരുന്നതെങ്കിലും പ്രൈസ് ദി ലോർഡ് അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ കുടുംബത്തിനകത്ത് വഴക്കുണ്ടാക്കാനുള്ള ഇടയായിട്ട് തീർന്നു. യോസഫ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരു വഴിക്ക് പോകുമ്പോൾ തമ്മിൽ വഴക്കുണ്ടാക്കരുതെന്ന്. ഇവർ എപ്പോഴും വഴക്കാണ്, തമ്മിൽ എപ്പോഴും വഴക്കാണ്. ഈ തമ്മിൽ വഴക്ക് പിടിക്കാൻ കാരണമെന്ന് പറയുന്നത് ജാതീയ പശ്ചാത്തലത്തിലുള്ളതായ ഗുണപ്പെടാത്ത മാനസാന്തരപ്പെടാത്തതായ സ്ത്രീകൾ അവന്റെ ഭാര്യയായി തീർന്നതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനത് ആ കുടുംബ പശ്ചാത്തലം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിന്റെ സ്വഭാവം എന്തുകൊണ്ട് അവർ ധാർഷ്ട്യക്കാരും അവർ അനിഷ്ടക്കാരും ദൈവ വഴി പിൻപറ്റാത്തവരും, പ്രൈസ് ദി ലോർഡ്, കഷ്ടത വരുമ്പോൾ മാത്രം ദൈവത്തെ പിടിക്കുകയും അത് കഴിയുമ്പോൾ ദൈവത്തെ വിട്ടുപോകുകയും ചെയ്യുന്ന ഇരുമനസ്സുള്ളതായ സ്വഭാവമുള്ള ജനമായി തീരാനുള്ള ബേസിക് റീസൺസ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. തൽക്കാലം ഞാൻ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ പറഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലോ എന്ന് പറഞ്ഞ് തൽക്കാലം നിർത്തട്ടെ. ഇവരുടെ ചരിത്രം പഠിക്കേണ്ടത് നമ്മൾ മുന്നോട്ട് പോകുമ്പോ ദൈവത്തിന്റെ ആ വീണ്ടെടുപ്പിന്റെ പദ്ധതി ഉണ്ടല്ലോ, ഇസ്രായേലിൽ കൂടെ വരേണ്ടിയിരുന്നതായ ദൈവത്തിന്റെ പദ്ധതി അവരത് പൊളിച്ചു കളയാനുള്ള കാരണം ബേസിക് റീസൺസ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കാനും കൂടെ വേണ്ടി മുന്നറിയിപ്പിന് വേണ്ടിയാണ് അത് അല്പം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ഞാൻ ഒരുമ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ബൈബിൾ ക്ലാസ് നമ്മെ പണിയുന്നതായ അനുഭവങ്ങളായി മാറട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ പ്രൈസ് ദി ലോർഡ് തലമുറകൾക്ക് അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം.